അത് കോൺഗ്രസ് വളരെ രഹസ്യമായി നിർവഹിക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ വളരെ പരസ്യമായ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൈവരിച്ച വലിയ നേട്ടം കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്കാണ് മുഖ്യമന്ത്രി ചർച്ചയെ കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല, ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുകയും എല്ലാ MLA-മാരുമായി അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്ത സാഹചര്യത്തിൽ ഓരോ MLA-മാർക്കും വ്യക്തിപരമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അതൊക്കെ നിർഭയം പറയാനുള്ള സ്വാതന്ത്ര്യം MLA-മാർക്കുണ്ട് താനും. വയനാട്ടിലെ 3 MLA-മാർ കേസിക്ക് അനുകൂലമായി പറഞ്ഞു എന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതിയും യാഥാർത്ഥ്യവും എത്രത്തോളം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ MLA-മാർ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴും സ്വാഭാവികമായും ജനവികാരം അവർ പരിഗണിക്കേണ്ടതായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകന്മാരുടെ വോട്ടും കഠിനാധ്വാനവും കൊണ്ട് മാത്രമുണ്ടായ ഒരു വിജയമല്ല. ഈ വലിയ ഭൂരിപക്ഷം UDF-ൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കാനിടയായത് കേരളത്തിലെ പൊതുസമൂഹം UDF-നെ പിന്തുണച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇവിടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലാണ് LDF ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതുകൊണ്ട് 10 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ തുടരുന്ന ജനവിരുദ്ധ നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ പല വിഷയങ്ങളോടുമുള്ള നിഷേധാത്മകമായ നിലപാട്, അദ്ദേഹത്തിൻ്റെ കർക്കശമായ പെരുമാറ്റ രീതി, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മടുത്ത ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയത്തിനതീതമായി സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ റോള് വളരെ നിർണായകമാണ്. കാരണം അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ, സർക്കാരിൻ്റെ വീഴ്ചകൾ, സർക്കാരിൻ്റെ പോരായ്മകൾ അതെല്ലാം വളരെ കൃത്യമായി അത് പറയേണ്ട സമയത്ത് സന്ദർഭങ്ങളിൽ അതിനോട് പ്രതികരിച്ച് എല്ലാ അർത്ഥത്തിലും ജനവികാരം ഗവൺമെൻറ്റിനെതിരാക്കി നിർത്തുന്നതിലും അതുപോലെ സത്യസന്ധവും നിഷ്പക്ഷവുമായി ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പം VD സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ നിലപാട് തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഈ വലിയ വിജയമുണ്ടാക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥികൾ ഒരു നിർണായക ഘടകമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കോയ്മയുണ്ട്. അതിലുപരി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും UDF-നെ പിന്തുണച്ചു എന്ന ഒരു പ്രധാനപ്പെട്ട കാരണം VD സതീശൻ്റെ പെർഫോമൻസ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് പിണറായി വിജയനെ ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് LDF പ്രചരണം നടത്തുമ്പോഴും UDF-ൻ്റെ മുഖമായി നിന്നത് VD സതീശൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ VD സതീശൻ്റെ പെർഫോമൻസ്, അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആവണം എന്നത് കേരളത്തിലെ ഒരു പൊതുവായ അഭിപ്രായമാണ്. ആ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവുക എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആ തരത്തിലുള്ള ഒരു ജനവികാരത്തെ മറന്നുകൊണ്ട് MLA-മാർ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. പ്രത്യേകിച്ച് അവർക്ക് ഈ കാര്യത്തിൽ എല്ലാ ഭാഗവും പരിശോധിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം എടുക്കാൻ അംഗീകരിക്കാമെന്നൊക്കെ അവർക്ക് പറയാം. അങ്ങനെ വ്യക്തമായ ഒരു നിലപാട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനവികാരം മാനിക്കാതെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി.